സമയത്തിന് ജോലി തീരുന്നില്ലെങ്കിൽ കുറച്ച് ജോലിക്കാരെ കൂടെ വിളിച്ചോളൂ. ഓഫീസിൽ നിന്ന് പണം വാങ്ങിയാൽ മതി. ആട്ട മുതലാളി, പുതുതായിട്ട് ഒരു 5 വെട്ടുകാരെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് തന്നെ അങ്ങ് പുറപ്പെടുക. എന്നാ പപ്പു പോ. ഓ, ശാന്തമോനോട് വല്ലതും പറയണം. അവൻ അവിടേക്ക് വന്നു. കൊടൈക്കനാലിലേക്ക് പോവാണെന്നും പറഞ്ഞാണല്ലോ പോയത്. അവനോട് ഉടൻ പുറപ്പെട്ടു വരാൻ പറയണം. ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? കുളക്കടവും അമ്പലപരിസരവും ഭാഗവതരിയും മകളെയൊക്കെ വിട്ടിട്ട്. താൻ എന്താടോ ഈ പറയുന്നത്? ഭാഗവതറും മകളുമോ? വലിയ മുതലാളി ഒന്നത്തറ്റം വന്നാൽ. പേടിച്ചോ? ഒന്ന് കാണട്ടെ. പ്രശാന്ത് പ്ലസ് ദേ. എന്താ ദേവി, പിണക്കമായോ? എന്തിനാ ചിരിച്ചത്? ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, അതല്ലേ ചിരിച്ചത്? ശാന്തേട്ടിന് എന്റെ പിറന്നാൾ സമ്മാനമാ. ഞാൻ തീർത്തു തരാം. നീ തരൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്? പറയാം. ഈ തടാകത്തിൽ എന്തുമാത്രം വെള്ളമുണ്ട്? നല്ല ചോദ്യം. അതിന് കണക്കുണ്ടോ ശാന്തേട്ട? അതെ ദേവി, എന്റെ സ്നേഹത്തിനും കണക്കില്ല. ഇപ്പോഴെനിക്ക് തോന്നുന്നു, ഈ നിർവൃതിയിൽ എന്റെ ശാന്തേട്ടന്റെ മടിയിൽ കിടന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിലും. ദേവി, അരുത്. വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞ്. പാഴ്വാക്കുകളല്ല ശാന്തേട്ട. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അവളെ സ്നേഹിക്കുന്ന പുരുഷന്റെ മടിയിൽ കിടന്ന് മരിക്കുക എന്നത്. ഒന്നോർത്തു നോക്കൂ. ദേവി, വേണ്ടാത്ത ഒന്നും പറയരുത്. എനിക്കെന്നും നഷ്ടത്തിന്റെ കോളമാണ്. ഇനി അത് ദുസ്വപ്നത്തിൽ പോലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്റെ ദേവിയോടൊപ്പം ഞാനും ഉണ്ടാവും. സത്യം? സത്യം. ഞാൻ വരട്ടെ ശാന്തേട്ട. ദീപാരാധനയ്ക്ക് സമയായി. ദേവി, അച്ഛനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. വേണ്ട ശാന്തേട്ട, അച്ഛൻ ഒരു മാതിരിയാ. അതിനെന്താ, എന്നാലും ഞാൻ വന്ന് കാണണ്ടേ? ഈ വേഷവും പത്രാസൊക്കെ കാണുമ്പോ അച്ഛൻ. ഏതായാലും ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. ഞാൻ പോട്ടെ. ശരി.
ദാമേട്ടൻ എത്ര നന്നായി വയലിൻ വായിക്കുന്നു. അതെ, എന്ത് പ്രയോജനം? ആരുമില്ലാത്ത എനിക്ക് എന്റെ എല്ലാമായ ദാമേട്ട, എന്താ ഇങ്ങനെയൊക്കെ? എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താണെന്ന് പറയൂ. ആരും അപകരിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന നിധി, അത് നഷ്ടപ്പെടുമ്പോ ആ നിധിയുടെ വിലയേക്കാളേറെ അത് സൂക്ഷിച്ചിരുന്ന മനസ്സിന്റെ നൊമ്പരം. ദേവിക്കറിയോ, ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട്. നഷ്ടപ്പെട്ടതിലല്ല, ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന, പൂജിച്ചിരുന്ന ആ നിധി ഈ മനസ്സിനെ അറിഞ്ഞിരുന്നെങ്കിൽ. ദേവി പാടുമ്പോ ദേവിയിലൂടെ ഞാൻ പാടുകയാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. പാട്ടും ദേവിയും രണ്ടും എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറത്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. വളരെ വൈകിട്ടാണെങ്കിലും. കുറിച്ചോളൂ. മനസ്സിലായില്ല. ദേശാടനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ കയറി. അപ്പോഴാണ് അങ്ങയെക്കുറിച്ച് കേട്ടത്. നേരെ ഇങ്ങോട്ട് പോന്നു. ആ, എന്ത് വേണം? അല്പസ്വല്പ സംഗീതം അറിയാം. അവിടത്തെ ശിഷ്യനാക്കാൻ കഴിഞ്ഞെങ്കിൽ. എവിടെയാ നാട്? അങ്ങ് തെക്കാണ്. ശ്രീപത്മനാഭന്റെ മണ്ണിലാണോ? അതെ. ഓഹോ, കേറി ഇരുന്നോളൂ. ഇരിക്കൂ. മോളെ, കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ബാല, ആ തമ്പുരിങ്ങെടുക്കൂ. കീർത്തനങ്ങളൊക്കെ കുറച്ച്. ആ, എന്നാ കേൾക്കട്ടെ. അല്ല, അവിടുന്ന് തന്നെ. രഘുവരനം മറവ തകൂന, രഘുവരനം മറവ തകൂന. എന്താ നോക്കിയിരിക്കുന്നത്? എടുക്കൂ. നഗധര ഭക്ക ജനാഗണി വാരണ,
మనసు కై మరులు కోను మనసు కై വാ 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 നിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ചേർക്ക്. അല്ല, പേര് ചോദിച്ചില്ല. എന്താ പേര്? ശാന്ത്, പ്രശാന്ത്. ഹാ, അസല് പേര്. എന്നാ ഞാൻ വരട്ടെ? ആ, ഇടയ്ക്ക് ഇതിലൊക്കെ വരണം. നമുക്ക് കൂടാം. ഓ, ശരി. ഉം, ഉം. പ്രശാന്ത്, അസലായി. എങ്ങനെ ഇങ്ങനെ പാടാൻ കഴിയുന്നത്? ഏതായാലും ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചെല്ലണം. ചെന്ന് തീരൂ. അതാ അതിന്റെ ശരി. എനിക്ക് സന്തോഷമായി. നല്ല ആളാ. അച്ഛനെ പറ്റിക്കാൻ കിട്ടി വേഷം കൊള്ളാം. അപ്പൊ ഞാൻ വരട്ടെ? നിന്റെ കുളക്കടവും ഭാഗവതരും കേരളക്കാരൻ കേറാൻ. പോരവിടെ. അകത്തേക്ക് പോടാ. നിന്റെ ഒരു കൊടൈക്കനാൽ. ചേംബറല്ലേ? അഡ്വക്കേറ്റ് ഈശ്വർ മേനോൻ. ആ, ഞാൻ തമ്പിയാണ്. ഉടനെ പ്രശാന്തിന്റെയും നിഷയുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തോളൂ. എത്തിയതല്ല, ഞാൻ കൊണ്ടുവന്നതാ. ആ, വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ. ഹലോ, ക്യാൻ ഐ സ്പീക്ക് ടു വിനു പ്ലീസ്? ഛേ, വിനു, നിന്നെ ഇപ്പം വിളിച്ചു വെച്ചതേ ഉള്ളൂ. വാ തുറന്ന് നന്നായി. അല്ല, നീ തന്നെയാണല്ലോ പ്രശാന്ത്. എന്താ? അല്ല, നിന്റെ വേഷവും ഭാവവും കണ്ടപ്പോഴേ ഒരു ചെറിയ സന്യാസം കഴിഞ്ഞ് വന്ന മാതിരിയുണ്ടേ. നീ എവിടെയായിരുന്നു ഇതുവരെ? ആ, നല്ല ചോദ്യം. എന്നോടാണ് ചോദിക്കുന്നത്? നിന്റെ തന്തപ്പടിയോട് ചോദിക്കുമ്പോ പറയും ഇന്ന് വരും നാളെ വരും. സത്യമായിട്ട് ഒളിയാ ഞാൻ വിചാരിച്ചു നീ ഒരു പോക്ക് പോയെന്ന്. ഇതെന്തോന്ന് കൊടൈക്കനാലുണ്ടേ? തമാശകളാ. ഇവിടെ ഇരി. നമ്മുടെ പാലക്കാടുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവില്ലേ, അവിടെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. പേര് ദേവി, ശ്രീദേവി. സുന്ദരിയാണ്, നന്നായി പാടും. ഭാഗവതിയുടെ മകളാണ്.
ദേവിയെ കണ്ട നിമിഷം മുതൽ ചേട്ടാ നീ ആള് കൊള്ളാല്ലോടെ. ആ കണ്ട നിമിഷം മുതലേ അങ്ങോട്ട് കിണിക്കാതൊന്ന് പറ. കണ്ട നിമിഷം മുതൽ ഉം, ഉം. ഓഹോ, ഇവിടം വരെ ആയോ? ആ, ഇനി മുമ്പോട്ടുള്ള കാര്യത്തിന് ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇനി വിവാഹം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം, അതല്ലേ വേണ്ടു. അപ്പൊ നീ പൂച്ചയെ പോലെ ഇരുന്ന് പാലക്കാട് പോയി കല ഉടച്ചുകളഞ്ഞല്ലടാ പുള്ളേ. ഞാനിപ്പോ ആകെ ധർമ്മസങ്കടത്തിലാണ്. എന്തേ? ഡാഡ് എന്നെ അവിടുന്ന് ബലമായി പിടിച്ചോണ്ട് വന്നതാണ്. അല്ല, അതേ പരുവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വിനു, ദേവിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അവൾ എന്റേതാണ്. എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ അല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? ആ. ഡാഡ് തടസ്സമായാൽ നാളല്ല ഇങ്ങനെയൊക്കെ പറയാൻ. നീ എത്ര കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ. നീ പോയി പറയണം, ഡാഡ് എനിക്ക് പ്രായപൂർത്തിയായി. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമാകണം ഡാഡ്. എന്ന് ഉറച്ച് തന്റെ അടുത്തോട് പറയണം. ഒന്നുമില്ല, നീ ഒരു ആണല്ലേടാ രുദ്രാക്ഷമൊക്കെ ഇട്ട് വയ്ക്കുന്നു.